യേശുവിൻ്റെ പൊന്നുതിരുനാമം നല്ല സന്ധ്യാവേളയിലും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആദരണീയരായ കർത്താവിൻ്റെ ഭൃത്യന്മാർ, നല്ല ഗാനങ്ങൾ പാടി കർത്താവിൽ നമ്മെ സന്തോഷിപ്പിക്കുന്ന കൊയർ ടീം, ശബ്ദസീമയ്ക്കുള്ളിൽ ഞങ്ങളെ ശ്രവിക്കുന്ന നല്ലവരും സ്നേഹിതരും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുമായ പണ്ടാരക്കോണം കുന്നുവിള ദേശനിവാസികൾ രാവും പകലും മഹിമയാർന്ന കർത്താവിൻ്റെ വേലയിൽ സുവിശേഷത്തിൻ്റെ പോർക്കളത്തിൽ ഓടി നടന്ന് അധ്വാനിക്കുന്ന ദാസന്മാർ, ദാസിമാർ, മീഡിയ ഓൺലൈനിൽ കൂടി ലോകരാജ്യങ്ങൾ ഞങ്ങളെ സാഗുതം ശ്രദ്ധിക്കുന്ന മാന്യ പ്രേക്ഷകർ, പന്തൽ കീഴിൽ ഉപവിഷ്ടരായിരിക്കുന്ന അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, സഹോദരിമാർ, സഹോദരന്മാർ, കൊച്ചു കുഞ്ഞുങ്ങൾ, മക്കൾ, എല്ലാ പ്രിയ മക്കൾക്കും ഈ സന്ധ്യയെങ്കിൽ ഒരിക്കൽ കൂടി പുനരാഗമിപ്പാൻ കൊതിക്കുന്ന ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള നിസ്തുല്യ വന്ദനത്തെ ഈ രാത്രി ഞാൻ പ്രകാശിപ്പിക്കുന്നു. നിർമ്മലമായ തിരുവെഴുത്തും യേശു ക്രിസ്തുവിലുള്ള സാക്ഷ്യവും നിമിത്തം ഒരു സന്ധ്യയെങ്കിൽ കൂടി വചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽപ്പാൻ കൃപാലുവായ ദൈവം എളിയവൻ ഒരു ദിനം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇവിടെ നടക്കുന്ന കൺവെൻഷൻ കൂട്ടങ്ങളിൽ കഴിഞ്ഞ രാത്രിയും ഈ രാത്രിയും ഇന്ന് പകലുമൊക്കെയും പ്രസംഗിപ്പാൻ കർത്തൃനാമത്തിൽ ക്ഷണിച്ച ജഗോവന്യശ്രീ ദൈവസഭ, അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട അജിപ്പാസ്, സഭാമക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാ മക്കളോടുമുള്ള അകമഴിഞ്ഞ നന്ദി ഈ രാത്രി രേഖപ്പെടുത്തുന്നു. എല്ലാ മക്കളെയും ദൈവം ഐശ്വര്യം അനുഗ്രഹിക്കട്ടെ. ഈ ദിനങ്ങളിൽ യോഗം ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ ബഹുമാനപ്പെട്ട എഡ്വിൻ പാസ്റ്റർ ഓർക്കുന്നു, ദൈവം കാക്കട്ടെ. നല്ല ഗാനങ്ങൾ പാടുന്ന കുഞ്ഞുങ്ങളെല്ലാം ഓർക്കുന്നു, ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ പ്രദേശത്ത് വന്ന് യേശുപ്പച്ചനെ ഉയർത്തുവാൻ ഈ ഒരായുസിൽ ഒരു ദിനം കൂടി തന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇന്നലെ രാത്രി ഇപ്പോൾ നടക്കുന്ന 32 മാസമായി നടക്കുന്ന റഷ്യ ഉക്രൈൻ എന്നൊരു ഭാഗമാണ് ഇന്നലെ രാത്രി പറഞ്ഞത്. അതിൻ്റെ രണ്ടാം ഭാഗമായി ഇന്ന് നടക്കുന്ന 5 രാജ്യങ്ങളുടെ സംഘർഷങ്ങളെപ്പറ്റി നാം ചിന്തിക്കും. 1 ഇസ്രയേൽ ഹമാസ്, 2 ഇസ്രയേൽ യമൻ, 3 ഇസ്രയേൽ സിറിയ, 4 ഇസ്രയേൽ ലെബനോൻ. ഇതെവിടത്തേക്ക് പോകുമെന്ന് ഇന്നത്തെ പത്രവാർത്തകളും അതുപോലെ തന്നെ പ്രവചനങ്ങളും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ രാത്രിയിലെ പ്രഭാഷണം. 12 വാക്യങ്ങൾ ഈ രാത്രി വായിക്കും. 8 വാക്യങ്ങൾ കഴിയുമ്പോൾ ഒരിടവേളയിലേക്ക് പോകും. കുഞ്ഞുങ്ങൾ പാട്ടുപാടും. അവസാനം 4 വാക്യങ്ങൾ ഇന്നലത്തെ കണക്ക് വീണ്ടും വായിച്ച് നാം പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഷാർപ്പ് 9:35 കൂടി ഈ രാത്രിയിലെ യോഗം അവസാനിക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം എല്ലാ മക്കളും ഈ യേശുപ്പച്ചനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഒരിക്കൽ കൂടി കുന്നുവിളയോടും പണ്ടാരക്കോണത്തോടും ഈ സത്യസുവിശേഷം പറയുന്നത്. ഇന്നലെ രാത്രി തുടക്കം മത്തായി 24:6-7 യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിക്കാനുള്ളത് തന്നെ. ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. ഇതൊക്കെയും ഈറ്റുന്നവൻ്റെ ആരംഭം. ആസ്പദമായി 32 മാസമായി പോകുന്ന റഷ്യ ഉക്രൈൻ എവിടെ എത്തുമെന്ന് എസെക്കിയേൽ എഴുതി. എസെക്കിയേൽ 39:1-2 അല്ലയോ മനുഷ്യപുത്ര, നീ ഗോഗിനെ കുറിച്ച് വിളിച്ചു പറയേണ്ടത്, രോഷ്, മേശക്, ട്രൂബൽ എന്നിവയുടെ പ്രഭുവായ ഗോഗി, ഞാൻ നിനക്ക് വിരോധം. റഷ്യയെ, ഞാൻ നിന്നെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി. താജിക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, കസാക്കിസ്ഥാൻ, തുർക്കൻമെനിസ്ഥാൻ, അസർബൈജാൻ, ഉക്രൈൻ വഴി അവസാനം നീ എത്തും. എവിടെ? ഇസ്രായേൽ പർവ്വതനിരകളിലെത്തും. അതാ അന്തിമ ദിനം റഷ്യയും ഇസ്രായേലും. അതിനാസ്പദമായി കോവിഡിൻ്റെ മറവിൽ ലോകം 2 ചേരിയിലേക്ക്. അവരോടുകൂടെ ഒട്ടൊഴിയാതെ പരിചയം തലക്കോരിയും ധരിച്ച പാർസികൾ, റഷ്യയുടെ കൂടെ അഫ്ഗാനും ഇറാനും, കൂശ്യർ, എത്യോപ്യ, പൂത്യർ, ലിബിയ, ഗോമേർ, ജർമ്മനി ഒരുപക്ഷെ റഷ്യയുടെ കൂടെ ചേരും. വടക്കേറ്റത്തെ കർമാഗ്രഹം, അതാ തുർക്കിയിലെ തൊയ്ബർദോഗൻ, ഇന്നത്തെ ലോക സംഭവം. ഇവരെല്ലാം റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു പടയായി ഇസ്രയേലിന് നേരെ വരുന്ന കാലം, അതായത് ദിവസങ്ങൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇസ്രയേലിനോട് കൂടെ ആരൊക്കെ? എസെക്കിയേൽ 38:11-13 ശബയും ദദാനും യമനും ഏഡൻ രാജ്യവും, തർശീശ് വർത്തകങ്ങൾ, അമേരിക്ക, ഫ്രാൻസ്, കാനഡ, ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ഇവരെല്ലാം ഇസ്രയേലിനോട് കൂടെ എപ്പോഴും നിൽക്കുന്നു. ബാലസിംഹം, അതിനാസ്പദമായി ഇന്ത്യ ഇന്ന് ഇസ്രയേലിൻ്റെ കൂടെ നിൽക്കുന്നു. അതുപോലെ ജപ്പാൻ, തൈവാൻ, സാമ്പത്തികമായിട്ട് ഒരു വിഷയമില്ലാത്ത രാജ്യങ്ങളാണ്. ഇവരെല്ലാം അവരുടെ കൂടെ നിൽക്കുന്നു. റഷ്യ ഇസ്രയേലിനെ ആക്രമിക്കും. കവർച്ചയിടുവാനോ കൊള്ളയിടുവാനോ മേൽത്തരമായ വസ്തുക്കളെയും കന്നുകാലികളെയും ആടുമാടുകളെയും കൊണ്ടുപോകാനോ നീ വരുന്നതെന്ന് ചോദിക്കും. ഇന്ന് മെഡിസിൻ വിദ്യാഭ്യാസമില്ല. റഷ്യയിലെ കമ്പനികൾ പൂട്ടുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഹോണ്ടയുടെ കാർ പ്ലാന്റ് വരെ തമിഴ്നാട്ടിൽ വരുന്നു. റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ 3 കാര്യം ആവശ്യമാണ്. 1 ധാതുലവണം, 2 ഗ്യാസ്, 3 പെട്രോളിയം. ഇത് 3 ഇസ്രയേലിലുണ്ട്. ലോത്തിന്റെ കാലത്ത് തീയിറങ്ങിയ ചാവുകടൽ, ആ ചാവുകടലിനകത്ത് ഇന്ന്
ധാതുലവണം ഇഷ്ടം പോലെ ഉണ്ട്, മഗ്നീഷ്യം, സോഡിയം, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. 2, ലോകത്തിലെ ഏറ്റവും കൂടുതൽ നാച്ചുറൽ ഗ്യാസ്, പ്രകൃതിവാതകം ഇന്ന് ഖത്തറ, പക്ഷേ അതിൻ്റെ 4 ഇരട്ടി പ്രകൃതിവാതകം ഇസ്രയേൽ ഡിമോണയിലുണ്ട്, അത് റഷ്യക്കറിയാം. 3, ഏറ്റവും വലിയ എണ്ണ ഇസ്രയേലിനകത്ത് യാഫയിൽ കടലിനകത്ത് അനവധി എണ്ണക്കിണറുണ്ട്. അവരൊരു ചെറിയ രാജ്യമാണ്, അതുകൊണ്ട് അവർ തുറന്നിട്ടില്ല. 2 കിണർ മാത്രമേ തുറന്നിട്ടുള്ളൂ. അതിൻ്റെ പേര് ലവ്യാദാൻ താമാർ. ഇനി കിണർ തുറന്നാൽ സൗദിയിലെ അരംഗോയേക്കാൾ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണക്കിണറിനേക്കാൾ കടലിൽ എണ്ണ കിടക്കുന്നത് ഇസ്രായേലിലാണ്. ഇതിനു വേണ്ടി റഷ്യ ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രായേലിൽ എണ്ണയുണ്ടോ? ആവർത്തനം 33:24. ഇന്നലെ ആശേറിനെ കുറിച്ചുള്ള പ്രവചനം, പുത്രസമ്പത്തിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നിന്റെ കാൽ എണ്ണയിൽ മുങ്ങട്ടെ. അതാ ഇസ്രായേലിൽ ക്രൂഡ് ഓയിൽ. അങ്ങനെയെങ്കിൽ ഈ കൂട്ടങ്ങളെല്ലാം ഒരുമിച്ച് ഇസ്രായേലിനെ ആക്രമിക്കാൻ വരും. ഇന്ന് ഇസ്രായേലിനെ താങ്ങി നിൽക്കുന്നത് അയൺ ഡോമ. ഇന്നലെ രാത്രി BMC, അതുപോലെ തന്നെ ഇലക്ട്രാ റഡാർ, അത് കഴിഞ്ഞിട്ട് ചാർജിങ് ലാഞ്ചിങ് യൂണിറ്റ്, ബാറ്ററി, ഇതെല്ലാം ഇന്നലെ രാത്രി ബൈബിളിനകത്ത് ഞാൻ പ്രതിപാദിച്ചു വന്നു. പക്ഷി ചുറ്റിക്കറന്ന് നിങ്ങളെ കാക്കുന്നത് പോലെ എൻ്റെ ജനമായ യെരൂശലേമിനെ ഞാൻ കാക്കും. യെശയ്യാ 31:5. അങ്ങനെയെങ്കിൽ അന്തിമദിനം എവിടത്തേക്ക് വരുമെന്നറിയാമോ? ഇസ്രായേലിലേക്ക്. മത്തായി 23:37. യെരൂശലേമേ, യെരൂശലേമേ, നിൻ്റെ അടുക്കൽ വന്നവരെ കല്ലെറിയുകയും പ്രവാചകന്മാരെ തള്ളിപ്പറയുകയും ഇങ്ങനെ ചെയ്തൊരു ജനമായ യെരൂശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ മറച്ച് കാക്കുന്നത് പോലെ നിൻ്റെ മക്കളെ മറച്ച് കാക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സിലായിരുന്നു. അതാ അന്തിമയുദ്ധം. അങ്ങനെയെങ്കിൽ ആ യുദ്ധം നടക്കണമെങ്കിൽ ഇവിടെ ഒരു സംഭവം നടക്കണം. അതിനാസ്പദമായി യെരൂശലേമിന് നേരെ റഷ്യ വരണം. അതിനാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിൻ്റെ വിലാപയാത്ര നടക്കുമ്പോൾ ഇങ്ങനെയൊരു ഭാഗം അറബ് ലീഗ് പറഞ്ഞു, ഇനി നമ്മളെ റഷ്യ നയിക്കും. അങ്ങനെയെങ്കിൽ റഷ്യ ആഗോളപരമായി ഒരു ലീഡർഷിപ്പിലേക്ക് അറബ് ലീഗിൻ്റെ വരുന്നു. ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്, എസെക്കിയേൽ 38:8, നീ അവർക്ക് മേധാവിയായിരിക്കും. റഷ്യ ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ സന്ദർശിക്കപ്പെടും. എവിടെ വെച്ച് ഈ യുദ്ധം? വാളിനൊഴിഞ്ഞു പോകുന്നതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് ഇന്നത്തെ സംഭവം ഒടുക്കം വന്നു ചേരും. നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വത നിരകളിൽ. എന്നാൽ ആ യുദ്ധം വരുമോ? എസെക്കിയേൽ ഇന്നലെ വീണ്ടും വായിച്ചു കുഞ്ഞ്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ മകുടം നീക്കി കിരീടമെടുത്ത് കളഞ്ഞ് താഴ്ന്നതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഗുജറാത്തിലെ തട്ടുകടയിൽ ചായ ഒഴിച്ച മോഡി സാർ 3ാമത് ടൈം ഇന്ത്യയുടെ പ്രധാനമന്ത്രി. കണ്ണൂരിലെ ചെത്തുതൊഴിലാളി കുടുംബത്തിൽ നിറങ്ങി വന്ന സഖാവ് പിണറായി വിജയൻ 2ാമത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. അധകൃത കുടിലിൽ നിന്ന് എഴുന്നേറ്റ് വന്ന ദ്രൗപദി മുർമു ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ്. മുൻ പ്രധാന പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ഒരു പിന്നോക്ക കുടുംബം. കുഴവൂരിലെ നാരായണൻ ചേട്ടൻ ഇന്ത്യയുടെ പ്രസിഡന്റായി. അതിനുശേഷം അമേരിക്കയിൽ വൈറ്റ് ഹൗസിൽ ബ്ലാക്ക് മാൻ ബരാക് ഒബാമ, ബ്രിട്ടനിൽ ഋഷി സുനക്. ഈ ഭരണകൂടങ്ങളെല്ലാം മാറി മറിയും. അതെല്ലാം കുന്നുവിള കാണുമ്പോൾ വീണ്ടും എസെക്കിയേൽ പറയുന്നു, ഉന്മൂലനാശം, 1ാം ലോകമഹായുദ്ധം, വീണ്ടും ഉന്മൂലനാശം, 2ാം ലോകമഹായുദ്ധം, 3 ഇനി വരുന്നു 3rd വേൾഡ് വാർ, ഉന്മൂലനാശം. അതിനോടനുബന്ധിച്ച് ഇന്നലെ വായിച്ച് സഹായിച്ചു. അതിനു മുൻപ് അവകാശമുള്ളവൻ തൻ്റെ മക്കളെ ചേർക്കുവാൻ മധ്യാകാശത്തിൽ വരും. ഇന്നലെ വരാത്തവർക്ക് ഇത് ഓൺലൈനിൽ റെഡ്വി മീഡിയയിൽ കിട്ടും, ഇതെല്ലാം കാണാം. അതുകൊണ്ട് ഇന്നലെ രാത്രി 2 വാതിലുകളെ പറ്റി പരിചയപ്പെടുത്തി. മത്തായി 7:8 ഇരുട്ടിൽ ഇടുക്കുവാതിലൂടെ കടപ്പയും. ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ ഭാഗ്യവാന. കഷ്ടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും കയ്പ് കാടിയും കൊടുത്ത് ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ നിത്യജീവനെ പ്രാപിക്കും. നാശത്തിലേക്കുള്ള വാതിൽ കള്ളുകുടി, കഞ്ചാവ്, മയക്കുമരുന്ന്, ലോകത്തിൻ്റെ മോഹങ്ങൾ, തട്ടിപ്പ്, വെട്ടിപ്പ്, വഴി വിശാലം. അതിൽ കടന്നു പോകുന്നത് അനവധി പേരാ. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവൻ്റെ കീഴെ പാതാളം വിട്ടൊടിഞ്ഞിരിക്കുന്നു. ഇന്നലെ രാത്രി അത് പറഞ്ഞപ്പോൾ 1ാം ദിന സന്ദേശം അവസാനിച്ച് ഒരിക്കൽ കൂടി ഇന്ന് രാത്രി കുന്നവിളയിലെയും പണ്ടാളക്കോണത്തെയും ദൈവമക്കളോട് ദൈവത്തിൻ്റെ ദാസനാകുന്ന ഞാൻ ലോക സംഭവങ്ങൾ നിങ്ങളുടെ മുൻപിൽ ബൈബിളിലെ പ്രവചനങ്ങൾ നിവർത്തിക്കൊണ്ട് ഒരു രാത്രി കൂടി പറയുന്നു. കാലം അതിൻ്റെ അന്ത്യത്തിൽ, യുഗം അതിൻ്റെ പരിസമാപ്തിയിൽ, ദിനങ്ങൾ അതിൻ്റെ കടശി ദിനങ്ങളിലേക്ക് ഒരു ഘടികാരത്തിലെ സൂചി ചലിക്കുന്നത് പോലെ അന്ത്യകാല സംഭവങ്ങൾ കാണുമ്പോൾ, കണ്ണിന് മുൻപിൽ ഇന്നത്തെ ലോക കാര്യങ്ങൾ നിങ്ങളുടെ ബൈബിളിലും മീഡിയയിലും കാണുമ്പോൾ, ഇന്ന് രാത്രി അകത്തളത്തിനകത്ത് കൃപ പ്രാപിച്ച ദൈവമക്കൾ മണ്ണാകുന്ന മായ വിട്ട് അനന്തനിത്യയുടെ കവാടങ്ങൾ തുറക്കുമ്പോൾ
എനിക്ക് വേണ്ടി പ്രതിഫലവുമായി മധ്യാകാശത്തിൽ കാന്തൻ്റെ കാഹളം ധ്വനിക്കുമെന്ന ദൈവം കുഞ്ഞുങ്ങൾ ഈ രാത്രിയും കൺവെൻഷൻ കൂട്ടങ്ങളിൽ പറയണം. ഇത് സംഭവിച്ചു തുടങ്ങുമ്പോൾ ഞങ്ങളുടെ വീണ്ടെടുപ്പെടുത്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിവർന്ന് തലകളെ ഉയർത്തുവേ കാത്തിരിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളെ ചേർക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വെളിപ്പെടാറായി കുന്നുവിള പണ്ടാരക്കോണം. ദൈവ കുഞ്ഞുങ്ങളെ, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ നീ ഒരുങ്ങിക്കൊള്ളുക. വായിക്കുന്നു ആമോസിന്റെ പ്രവചനം 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ. എല്ലാവർക്കും ബൈബിൾ തുറക്കാം. ഇത് പ്രവചന ഭാഗമാണ്, അതുകൊണ്ട് സ്പീഡിൽ പോയാൽ നടക്കത്തില്ല. ഇന്നത്തെ ലോക സംഭവം ഇസ്രായേലും. ആമോസ് 4:11-12 വാക്യങ്ങൾ. കുഞ്ഞു വയസ്സായ ചട്ടയം. ദൈവം സോദോമിനെയും ഗോമറയും ഉന്മൂലനാശം ചെയ്തതുപോലെ, ഒരു തീ കത്തിച്ച് ഉന്മൂലനാശം ചെയ്തതുപോലെ ഞാൻ നിങ്ങളുടെ ഇടയിൽ ഒരു ഉന്മൂലനാശം വരുത്തി. അടുത്തത്, നിങ്ങൾ കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെയായിരുന്നു. എന്നിട്ടും നിങ്ങൾ ഇവനാരെ അനുസരിക്കത്തില്ല, ആര് പറഞ്ഞാലും കേൾക്കില്ല. എന്നിട്ട് നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഈ വചനം കേട്ടിട്ട് ഒന്നും നീ എങ്കിലേക്ക് തിരിഞ്ഞില്ല. അതുകൊണ്ട് ഇസ്രായേലേ, ഞാൻ ഇങ്ങനെ നിന്നോട് ചെയ്യും. ഇസ്രായേലിനോട് ചില കാര്യം സ്വർഗം ചെയ്യാൻ പോകുന്നു. അടുത്തത്, ഇസ്രായേലേ, ഞാൻ ഇത് നിന്നോട് ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇതായി രാത്രിയിലെ പ്രഭാഷണം. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. വചനം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ സോദോമിന്റെയും ഗോമറയുടെയും മേൽ ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ ഇസ്രായേലിന്റെ പാളയത്തിനകത്ത് ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്ന് വലിച്ചെടുക്കപ്പെട്ട ഒരു കൊള്ളി പോലെ ഞാൻ അവരെ വലിച്ചെടുത്തു. എങ്കിലും ഇവർ എങ്കിലേക്ക് തിരിഞ്ഞു വന്നില്ല. അതുകൊണ്ട് ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. കണ്ണുകൾ ഒരു നിമിഷം കൂടി മൂടാം. മഹത്വവാനായ ദൈവത്തിന് സ്തുതി കരേറ്റാം. സ്തുതിക്കുമ്പോൾ വീരനെ പോലെ ഇറങ്ങി വരുന്ന നല്ല കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് രാത്രി വീട് തന്നിട്ടല്ല, കാറ് തന്നിട്ടല്ല. അനേകം പേർ ആശുപത്രിയിൽ കിടക്കയിൽ, അനേകം പേർ വെന്റിലേറ്ററിനകത്ത്, രോഗത്തിൻ്റെ അവസ്ഥകളിൽ പലരും കിടക്കുമ്പോൾ അപ്പച്ചാമ്മച്ചി ഇന്ന് രാത്രി നമ്മളെ കൊണ്ടുവന്നത് ഒരു ഡോക്ടറുടെ കുറിപ്പടിയല്ല, ഒരു മരുന്നിൻ്റെ ബലമല്ല. അതിൻ്റെ അപ്പുറത്ത് അഗ്നിജ്വാലയ്ക്കത്തോ കണ്ണുള്ളവൻ നമ്മളെ കാത്തതിനാൽ, നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതിയതിനായി ഇന്ന് രാത്രി ദൈവശക്തിയിലേക്ക് കടന്നു വരാം. ഇന്ന് രാത്രി ചതഞ്ഞോട് ഉടയ്ക്കാത്ത നല്ല ദൈവം, പുകയുന്ന തിരിയെ കെടുത്താത്ത നല്ല ദൈവം, ആവശ്യഭാരങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാൻ കരുണാമയനായ ദൈവത്തിൻ്റെ കരം ഈ രാത്രി ചലിക്കുവാൻ എല്ലാ കണ്ണുകളും അടച്ചാട്ട്. അപ്പോസ്തല പ്രവൃത്തി 1 യേശു അവരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ, വാഗ്ദത്തത്തിൻ്റെ ശക്തി പ്രാപിച്ചിട്ട് വേണം പട്ടണം വിട്ടുപോകുവാൻ. 2 അവർ പെന്തക്കോസ് പെരുന്നാൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നു. 3 അത് പകരപ്പെട്ട ശക്തിയുമായി 9-ാം മണി നേരെ സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കലേക്ക് അവർ യാത്രയാകുന്നു. അമ്മയുടെ ഉദരം മുതൽക്ക് മുടന്തനായ ഒരുവനെ അവിടെ കൊണ്ടിരുത്തുമായിരുന്നു. അവന് രോഗസൗഖ്യമല്ല വേണ്ടത്. കഴിഞ്ഞ 3.5 വർഷമായി പള്ളി പ്രമാണിമാർ അവരെ കൊണ്ടിരുത്തത്തില്ല. അർത്ഥം യേശു വരെ സൗഖ്യമാക്കുക. പള്ളി പരീക്ഷകൾ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഇനി യേശു വരത്തില്ല, മരിച്ചു ഉയർത്തെഴുന്നേറ്റ് പോയി. ഈ ചെറുപ്പക്കാരനെ പള്ളിയുടെ വാദങ്ങൾ കൊണ്ടുവന്നു. അവൻ ഈ പ്രാർത്ഥനാ സമയത്ത് ദൈവത്തിൻ്റെ ദാസന്മാർ ചെന്നപ്പോൾ പറഞ്ഞു, എനിക്ക് വല്ലതും തരണേ. ദൈവദാസന്മാർ കുനിഞ്ഞ് മുട്ടുമടക്കിയിട്ട് ആ സഹോദരനോട് പറഞ്ഞു, മോനെ, ഞങ്ങളുടെ കൈ പൊന്നും വെള്ളിയൊന്നുമില്ല, ഒന്ന് ഞങ്ങളുടെ കരങ്ങളിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ വലിയ നാമം ഇതാ ചെറുപ്പക്കാരുടെ കരങ്ങളിലേക്ക് കൊടുത്തപ്പോൾ ഒരു സംഭവം നടന്ന. മക്കളെ, എന്താ പരിശുദ്ധാത്മാവിൻ്റെ കൃപ അവൻ്റെ അകത്ത് ചലിക്കുവാൻ തുടങ്ങി. അവൻ്റെ കാലുകൾ ചലിക്കുവാൻ തുടങ്ങി, അവൻ്റെ കണ്ണുകൾ ചലിക്കുവാൻ തുടങ്ങി. മുടന്തനായി ഒരുവൻ തുള്ളിച്ചാടി എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി വചനശക്തി ഇവിടെ വെളിപ്പെടുമ്പോൾ മുടന്തായ കാലുകൾ, കുരുടായ കണ്ണുകൾ, പാപത്തിൻ്റെ അന്ധകാരങ്ങൾ മാറി ചില കുഞ്ഞുങ്ങൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്ന രാത്രിയായി മാറട്ടെ. ഇടുക്കി മൂലമറ്റത്തൊരു ടർബൈൻ കറങ്ങുമ്പോൾ പരശുമയ്ക്കൽ ഒരു ലൈറ്റ് കത്തുമെങ്കിൽ അതിലും വേഗത്തിൽ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് രാത്രി പട്ടണത്തിനകത്ത് മുഴങ്ങുമ്പോൾ ചില മദ്യപാനികൾ യേശുവിനെ കാണുവാൻ, ചില കുടുംബജീവിതം തകർന്നവർ ആലയത്തിൽ കടക്കുവാൻ ഇന്ന് രാത്രി മഹാദൈവത്തിൻ്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ വരുന്നതിനാൽ ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. കരുണാമയനെ നിത്യനും നീതിമാനുമായി ഞങ്ങളുടെ ദൈവമേ സ്വർഗ്ഗപിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രി വേളയ്ക്കായി ഞങ്ങൾ തിരുമേനിയെ വാഴ്ത്തുന്നു. ഒരു രാത്രി കൂടി ഞങ്ങൾ തിരുപ്പാദ പീഠത്തിൽ കഴിഞ്ഞ 2 രാത്രി ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവം ദൂത സഞ്ജയവുമായി ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ ഉലാവുന്നുവല്ലോ. ചാറാവുകളുടെ ചിറകടിയുടെ ശബ്ദം ഇന്ന് രാത്രി ഇവിടെ മുഴങ്ങുന്നതിനാൽ, ഊരിപ്പിടിച്ച വാളുമായി ദൂതന്മാർ ഇവിടെ കാവൽ ചെയ്യുന്നതിനാൽ, നിത്യതയുടെ വചന, ജീവന്റെ വചന, ജീവിപ്പിക്കുന്ന വചന, അസ്ഥികളെയും സന്ധികളെയും മജ്ജകളെയും തുളച്ചു കയറുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ഇതിനകത്ത് വെളിപ്പെടുമ്പോൾ അത്ഭുത രോഗശാന്തിയുടെ കരം ഇവിടെ വെളിപ്പെടുന്ന രാത്രിയായി മാറട്ടെ. ഇന്ന് രാത്രി ഉത്സവ
ഉത്സവത്തിന്റെ മഹാദിനമായി ഒടുക്കത്തെ നാൾ നാഥൻ ചൊല്ലി ദാഹിക്കുന്ന ഏവന് എൻ്റെ അടുക്കൽ വരട്ടെ. പണ്ടിക കൂട്ടങ്ങളുടെ കടസി നാളിൽ നാഥൻ ചൊല്ലുന്നത് ആ ദാഹിക്കുന്ന ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ. തിരുവെടുത്ത് ചൊല്ലുന്നത് പോലെ എൻ്റെ അകത്തളങ്ങൾ വിശ്വസിക്കുന്നവൻ്റെ അകത്ത് ഇന്ന് രാത്രി ജീവജല നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ നദി ഒഴുകട്ടെ. ഇന്ന് രാത്രി അത്ഭുത രോഗശാന്തിയുടെ നദി ഒഴുകട്ടെ. എല്ലാ അന്ധകാര കെട്ടുകളും ഇന്ന് രാത്രി ദേശം വിട്ടുപോകട്ടെ. വരുമ്പോൾ പ്രയാണത്തിൽ അഗ്നിസർപ്പത്തിന്റെ ദംശനമേറ്റ ആയിരങ്ങൾ പട്ടു വീഴുമ്പോൾ മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ പാളയം രക്ഷ പ്രാപിച്ചതുപോലെ 2024 കുന്നുവിള കൺവെൻഷൻ ക്രൂശിക്കപ്പെട്ട നാഥനെ ഇന്ന് രാത്രി കൂടി ഞങ്ങൾ ഉയർത്തുമ്പോൾ ആയിരങ്ങൾ യേശുവിനെ കാണുക, പട്ടണത്തിനകത്ത് ഒരു ഉണർവ് വ്യാപരിക്കുക, അന്ധകാര കെട്ടുകൾ തകരുക, അത്ഭുത രോഗശാന്തിയുടെ കരം ഇന്ന് രാത്രി വെളിപ്പെടുക. ഞങ്ങൾ ഒരിക്കൽ കൂടി തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിൻപിലായിരിക്കുന്ന എല്ലാവരെയും കാക്കണം. അപ്പച്ചന്മാർ, അമ്മച്ചിമാർ, കൊച്ചുമക്കളെല്ലാം കടന്നു വന്നിട്ടുണ്ട്. പിതാവേ, വേദനയോടെ വന്ന കുഞ്ഞുങ്ങളുടെ വേദനകൾ ഈ രാത്രി അങ്ങ് മാറ്റി കൊടുക്കണമേ. ആരെങ്കിലും ഭാരവുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഭാരത്തിൻ്റെ കെട്ടുകളെ അടിച്ചു കൊടുക്കണമേ. ഒരു വലിയ കള്ള കണ്ട് കെട്ടി മടങ്ങി പോകുന്നത് പോലെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉതകുന്ന മൺപാത്രങ്ങളായി അവർ ഇന്ന് രാത്രി അഭിഷേകത്തോടെ ഗ്രൗണ്ട് വിട്ടു പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു രാത്രി കൂടി വചനവുമായി അടിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ പേരോ പ്രശസ്തിയോ ഡോക്ടറേറ്റോ ഈ രാത്രി ഉയർന്നു. നാഥൻ്റെ നാമം മാത്രം ഉയർന്നു. ശബ്ദം വെളിച്ചം പ്രകൃതിയെല്ലാം കാക്കി കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുക. വിടുതലോടെ കടത്തി വിടും. മകത്വം പുകഴ്ചയും അങ്ങയ്ക്ക് പ്രാർത്ഥന മാനിച്ചതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ ധന്യ നാമത്തിൽ തന്നെ ആമീൻ. കരമുയർത്തി കർത്തർക്ക് മഹിമയായി ശക്തിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ട്. ഉണർവോടെ ദൈവത്തെ സ്തുതിച്ചാട്ട്. കുന്നുവിളയിലെ ദൈവ കുഞ്ഞുങ്ങൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സമാധാനത്തോടെ ബൈബിളിലേക്ക് പ്രവേശിക്കാം. ഇന്നലെ രാത്രി ഞാൻ പറഞ്ഞു 31,171 വാക്യങ്ങൾ, 39 പഴയ നിയമഗ്രന്ഥങ്ങൾ, 27 പുതിയ നിയമപുസ്തകങ്ങൾ, 66 ഗ്രന്ഥങ്ങളുടെ സമാഹാര ഹോളി ബൈബിൾ, 1189 വാക്യങ്ങൾ വിശുദ്ധ ബൈബിളിനകത്ത്. പഴയ നിയമത്തിനകത്ത് 39 പുസ്തകങ്ങളുണ്ട്. 39 പുസ്തകങ്ങളുടെ പ്രത്യേകത ദൈവകുഞ്ഞുങ്ങൾ പഠനത്തോടെ 5 ഭാഗങ്ങളായി പഴയ നിയമങ്ങൾ ന്യായപ്രമാണമെന്ന് വിശേഷിപ്പിക്കുന്ന ഉൽപ്പത്തിയും പുറപ്പാടും ആവർത്തനവും സംഖ്യവും ലേവ്യവും ഒക്കെ മോശയാൽ ചമയ്ക്കപ്പെട്ടു. മുന്നോട്ട് വരുന്ന ചരിത്ര പുസ്തകങ്ങൾ, അത് കഴിഞ്ഞ് സദൃശവാക്യങ്ങളും സഭാപ്രസംഗി ഈയോബൊക്കെ നല്ല നല്ല കാര്യങ്ങളായി മാനവകുലത്തിന് വേണ്ടിയുള്ള നല്ല മൊഴിമുത്തുകൾ. സങ്കീർത്തനങ്ങൾ കാവ്യഭാഗങ്ങൾ കഴിയുമ്പോൾ 17 പ്രവചനങ്ങൾ 5-ാം ഭാഗമായി പഴയ നിയമത്തിനകത്ത്. വിശുദ്ധ ബൈബിളിൻ്റെ പ്രത്യേകത പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ദൈവമാദാസന്മാർക്കെല്ലാം നോട്ട് ചെയ്യുക. 30% വരാൻ പോകുന്ന പ്രവചനങ്ങളാണ്. ഈ പ്രവചനത്തെ 3 ഭാഗങ്ങളായി ഈ സ്വർഗം കണ്ണിച്ചു വെച്ചിരിക്കുന്നു. വലിയ ഭാഗങ്ങൾ 3 എസെക്കിയേൽ പ്രവചനവും യെശയ്യാ പ്രവചനവും യിരെമ്യാ പ്രവചനവും. 2 മധ്യകാല പ്രവചനങ്ങൾ അഥവാ നടുവിൽ നിൽക്കുന്ന വരുംകാല പ്രവചനങ്ങൾ. 4 പ്രവചനങ്ങൾ. 1 ദാനിയേൽ, 2 ആമോസ്, 3 സെഖര്യാവ്, 4 ഹോശയ്യ. അത് കഴിഞ്ഞ് തുലോൻ ചെറിയ പ്രവചനങ്ങൾ. വിശുദ്ധ ബൈബിളിൽ അനവധി പ്രവചനങ്ങളുണ്ട്. അതിൻ്റെ പേര് ഹബക്കൂക്കുണ്ട്, യോവേലുണ്ട്, നഹൂമുണ്ട്, മീഖയുണ്ട്, അത് കഴിഞ്ഞ് ഒബദ്യാവുണ്ട്. ഇതെല്ലാം മലാഖി, ഇത് അവസാന പ്രവചനം. ഇന്ന് രാത്രി കുഞ്ഞ് വായിച്ച് സഹായിച്ചത് ആമോസിൻ്റെ പ്രവചനം. ഇന്നേക്ക് 2650 കൊല്ലം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ജനനത്തിന് പിറകിൽ 650 കൊല്ലം മുമ്പ് തെക്കോവയിൽ ആട്ടിടയനായ ആമോസിനോട് ദൈവം സംസാരിച്ചത് ആമോസിൻ്റെ പ്രവചനം. പഴയ നിയമത്തിലെ 30-ാമത്തെ പുസ്തകമായ ആമോസിൻ്റെ പ്രവചനം. 246 വാക്യങ്ങൾ ആമോസിൻ്റെ പ്രവചനത്തിനകത്ത്. 9 അധ്യായങ്ങളെ ദൈവം ഇതിനകത്ത് ആമോസിന് പകർത്തി കൊടുത്തു. 1-ാമത്തെ അധ്യായം ഇസ്രായേലിൻ്റെ മേൽ വരുന്ന ന്യായവിധി. 2-ാമത്തെ അധ്യായം മോവാബിൻ്റെ മേൽ വരുന്ന ന്യായവിധി. 3 പാപം ചെയ്ത ഇസ്രായേൽ. 4 അകൃത്യം ഇസ്രായേലിനകത്ത്. 5-ാമത്തെ കാര്യം ഇസ്രായേൽ ജനം നിലവിളിക്കുന്നു. 6 വെട്ടുക്കിളി ഇസ്രായേലിനെ വെട്ടുന്നു. 7 പച്ചപ്പുഴു അതിനെ നഴിക്കുന്നു. അത് കഴിഞ്ഞ് 8-ാമത്തെ കാര്യം ഒരു കൂട്ട പഴത്തിൻ്റെ ദർശനം, ഇസ്രായേലിൻ്റെ മടങ്ങി വരവിൻ്റെ ചാൽ. 9-ാമത്തെ അധ്യായം നിർണായകമായ ലോകത്തിൽ സംഭവം. 9:9 ആമോസ് വിളിച്ചു പറയുന്നു, അരിപ്പ കൊണ്ട് അരിക്കുന്നത് പോലെ ഇസ്രായേൽ ജനത്തെ ലോകജാതികളുടെ ഇടയിൽ ഞാൻ അരിക്കും. ഒരു മണി പോലും ശേഷിക്കാതെ ഞാൻ അവരെ മടക്കി കൊണ്ടുവരും. അതാ ഇന്ന് രാത്രി ഇസ്രായേലിൻ്റെ മടങ്ങി വരവും അന്തിമദിനവും. എൻഡ് ഓഫ് ദ വേൾഡ്, ദ ലാസ്റ്റ് വാർ ഈസ് കമ്മിങ് ഓൺ ബേസ്ഡ് ഓൺ ഇസ്രായേൽ ഹമാസ്. അതിനെപ്പറ്റിയായിരിക്കും ഈ രാത്രി ശ്രദ്ധയോട്. അതിനാസ്പദമായി ഞങ്ങളോട് ആമോസിൻ്റെ 4, 11, 12 തുടങ്ങിയത് ഇതിൽ തന്നെ ഇന്ന് രാത്രി അവസാനിപ്പിക്കുക. മനസ്സിലാക്കേണ്ടത് എന്താ പറയുന്നത്? സോദോമിൻ്റെയും ഗോമോറയുടെ മേൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തിയതുപോലെ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരു ഉന്മൂലനാശം വരുത്തി. കത്തുന്ന തീയിൽ നിന്നൊരു കൊള്ളി വലിക്കപ്പെട്ടതുപോലെ നിങ്ങൾ വലിച്ചെടുക്കപ്പെട്ടു. എങ്കിലും സർവശക്തൻ്റെ വാക്കനുസരിക്കാത്തത് കൊണ്ട് നിങ്ങൾ നിലവിളിക്കുന്ന കാലം വരാറായി. കടക്കാം എവിടെ? ഇനി ഒരു ചെറിയ കഥയിലേക്ക് പോകാം. AD 30 യേശുവിൻ്റെ ക്രൂശീകരണം, കാൽവറിയിലെ ക്രൂശീകരണം. 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. പീലാത്തോസിൻ്റെ അരമനയിൽ ഒരു കൂട്ടിൽ യേശു, മറ്റേ കൂട്ടിൽ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, മറ്റേ കൂട്ടിൽ ബറബാസും. യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്ന് ഭവിക്കട്ടെ. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പാപത്തിൻ്റെ പരിഹാരത്തിനായി, മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരകനായി ക്രിസ്തുവാകുന്ന കുഞ്ഞാട് അറുക്കപ്പെട്ടു. AD 30 ശേഷം യഹൂദന് ചെറിയ പീഡയുണ്ടായി. AD 70 ആയപ്പോൾ യഹൂദ
യഹൂദൻ ചിതറാൻ തുടങ്ങി. ശാപം അവൻ ഏറ്റുവാങ്ങി. AD 135 ലോകരാജ്യങ്ങൾ മുഴുവൻ അവൻ ചിതറി. എവിടെ? കൊച്ചി മട്ടാഞ്ചേരി മുതൽ ആഫ്രിക്കയിലെ നൈജീരിയ വരെ യഹൂദൻ ചിതറി 5 രാഷ്ട്രങ്ങളിൽ. കേരളത്തിൽ നല്ലൊരു ശതമാനം യഹൂദന്മാർ മട്ടാഞ്ചേരിയിലും കൊരട്ടിയിലും അങ്കമാലിയിലും ചാലക്കുടിയിൽ. നമ്മുടെ ബഹുമാനപ്പെട്ട ലീഡർ K. കരുണാകരൻ പണ്ട് മത്സരിച്ച ഒരു സ്ഥലമുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പോഴും ആ ബസ് പോകുന്നുണ്ട്. അതിൻ്റെ പേരാ മാള. മാള മലയാളമല്ല, സ്വത്രം. മാള യഹൂദൻ്റെ ഭാഷയാണ്. മാ ഇലാഹ, അലയുന്ന യഹൂദൻ, അങ്ങനെ പേരിട്ടതാ മാള. നമ്മുടെ ലീഡർ കരുണാകരൻ മത്സരിച്ച സ്ഥലം. പല മലയാളികൾക്കും അറിയത്തില്ല. മാള മലയാളമല്ല, മാ ഇലാഹ. അങ്ങനെ ലോകത്തിലെല്ലായിടത്തും ഇവർ ചിതറിപ്പോയി. പല രാജ്യങ്ങളും അവരെന്തോ യഹൂദനെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു. 60 ലക്ഷം പേരെ ഹിറ്റ്ലർ കൊന്നു കളഞ്ഞത്. അതിനുശേഷം പഴയ കാലത്തൊരിതുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ കുഷ്ഠവും ടൈഫോയിഡും അപകിത ഗർഭം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വന്നാൽ നാട്ടുകാർ യഹൂദനെ തല്ലിക്കൊല്ലും. അതിൻ്റെ അർത്ഥം മോക്ഷം കിട്ടും. മോക്ഷമേ എന്നുള്ള പാട്ടല്ല, മോക്ഷം കിട്ടും. എല്ലാ സ്ഥലത്തും അവനെ അങ്ങ് ചെയ്തറി. ബ്രിട്ടനിൽ അവന്മാർ ചെയ്തത്, ഇംഗ്ലീഷുകാർ യഹൂദൻ ചെയ്ത് അവനെ പച്ചയ്ക്ക് പെട്ടി. നമ്മുടെ പാറശാല മാർക്കറ്റിൽ നല്ല മട്ടനും ചിക്കനും തൂക്കിയിട്ടിരുന്ന പോലെ യഹൂദൻ്റെ കാലും കൈ തൂക്കിയിട്ട് വിറ്റത് സ്വത്രം. എന്നിട്ട് അവനെ കൊന്നിട്ട് അവൻ്റെ കൊഴുപ്പെടുത്ത് സോപ്പുണ്ടാക്കി. ഇതെല്ലാം നടക്കുക. 1867 നമ്മുടെ എഴുത്തുകാരൻ ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു യഹൂദൻ. അവൻ്റെ പേരാ തിയോഡർ ഹെർസൺ. ഇതെല്ലാം ചരിത്രത്തിലുണ്ട്. അവൻ സ്വത്രം ഫ്രാൻസിൽ ഒരു പരേഡ് നടക്കുമ്പോൾ യഹൂദനെ പച്ചക്കിട്ട് അടിക്കുന്നുണ്ട്. അവൻ്റെ ഹൃദയം നുറുങ്ങി. അവൻ ഒരു യഹൂദനാണ്. അവൻ വന്ന് എന്തോ ചെയ്തു, ഇവരിന്ന് അങ്ങ് കരഞ്ഞു. സ്വത്രം ഒരു ബുക്ക് എഴുതി തുടങ്ങിയത് 14 പേജേ ഉള്ളൂ. പക്ഷേ 1897 30 വർഷം എടുത്ത് അവൻ്റെ കൊച്ചു ബുക്ക് പ്രിൻ്റ് എടുക്കായി. അവൻ അതിനകത്ത് നമ്മൾ ദൈവത്തോട് മറന്നലിച്ചു. ഇപ്പം കിട്ടുന്നതെല്ലാം മേടിച്ചോളാം. സ്വത്രം പാലും തേനും പിടിക്കുന്ന കനാൻ ദേശത്തെ അബ്രഹാമിൻ്റെ തലമുറകൾ മര്യാദയ്ക്ക് ജീവിക്കേണ്ടവന്മാരിപ്പം പല്ലി, പാമ്പ്, ചെരുപ്പിൻ്റെ വാറ ഇതെല്ലാം തിന്നേണ്ടി വന്നു. സ്വത്രം ഈ 897 ഒരു സംഘടന ഉണ്ടാക്കി. നമ്മളൊരു ചെറിയ സംഘടന ഉണ്ടാക്കുന്നില്ല. ആ സംഘടനയുടെ പേരായിരുന്നു സിയോൺ സംഘം. സിയോൺ സംഘത്തിന് ഒരു പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഡോക്ടർ ചിയാം വൈസ്മാൻ. 14 പേജുള്ള പുസ്തകം എങ്ങനെ എത്തിയെന്നറിയത്തില്ല. ലോകരാജ്യങ്ങളിൽ ഇതെത്തി. യഹൂദൻ ഹിബ്രു ഭാഷ ഇത് വായിച്ച് കരയാൻ തുടങ്ങി. അതിനാസ്പദമായി ഒന്നാമതൊരു സംഭവം നടന്നു. 1910 ഒരു ചെറിയ വിഷയം നടന്നു. ബൈബിളും പ്രവചനങ്ങളും. ലോകത്തിലെ 2 വൻശക്തികളാണ്. അന്ന് ബ്രിട്ടൻ, അഥവാ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടൻ, അതിൻ്റെ കൂടെ വേറെത്തിനുണ്ട് ജർമ്മനി. ഇവരുടെ 2 പേരെയും കീഴിൽ 2 രാജ്യങ്ങളുണ്ടായിരുന്നു. 1 ഓസ്ട്രിയ, 2 സെർബിയ. എല്ലാവരും കേൾക്കണം. ഓസ്ട്രിയയ്ക്കും സെർബിയയ്ക്കും ഇടയ്ക്ക് കളിക്കാവുള്ള പോലെ ഒരു അതിർത്തിയുണ്ട്. അതിനുശേഷം ആ സെർബിയയിലോട്ട് വന്നു. ഓസ്ട്രേലിയ രാജകുമാരൻ്റെ പേര് ഫെർണാണ്ടോ. അദ്ദേഹത്തെ ഫെർഡിനാൻഡ് രാജകുമാരൻ ആരുമായി പോയെന്നറിയാമോ? ഭാര്യയുമായി എക്സിബിഷൻ കാണാൻ പോയി. മാർത്താണ്ഡത്ത് ഫ്ലവർ എക്സിബിഷൻ പോലെ. കളിക്കാവുള്ള ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ നാടൻ മലയാളം. ഇദ്ദേഹത്തിൻ്റെ വാഹനത്തിന് നേരെ ആക്രമണം ഉണ്ടായി. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അംഗരക്ഷകന് കല്ലേറിൽ പരിക്കേറ്റു. എന്നാൽ വിചാരിച്ച് ഇനി ഓസ്ട്രേലിയക്ക് പോകണ്ട, തമിഴ്നാട്ടിൽ കുടിത്തറ ആശുപത്രി കാണിക്കുന്നത് പോലെ സെർബിയയിൽ ആശുപത്രി കൊണ്ടുപോയി. അവിടെ അംഗരക്ഷകൻ ട്രീറ്റ്മെൻറ്റ് നടത്തിയപ്പോൾ രാജാവ് വാദക്ക നിന്ന് ഒരു സൈന്യാധിപൻ ഇവിടുന്ന് വന്നൊരു കുന്തം എടുത്ത് അവനെ കുത്തിക്കൊന്നു. അതാ 1-ാം ലോക മഹായുദ്ധം. ലോകം 2 ചേരിയിലായി. ബ്രിട്ടൻ ആരുടെ കൂടെയായി? ഓസ്ട്രിയയുടെ കൂടെ. സെർബിയ ജർമ്മനിയുടെ കൂടായി. അപ്പോൾ ബ്രിട്ടന് ജയിച്ചേ പറ്റൂ. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടൻ. ഇന്ത്യ വരെ ആ കാലത്ത് ബ്രിട്ടൻ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ബ്രിട്ടനകത്ത് ചക്രവർത്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഡേവിഡ് ലാൻഷോർ. അവിടുത്തെ പട്ടാളത്തിൻ്റെ ചീഫായിരുന്നു ഡേവിഡ് അലൻബി. ആർതർ ബാൽബോൺ അവിടുത്തെ ഗവർണർ. അവർ വിളിച്ചു പറഞ്ഞു, ആരാ? അന്ന് ബ്രിട്ടൻ്റെ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്, മാഞ്ചസ്റ്റർ സർവകലാശാല. മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ ഒരുത്തനുണ്ടായിരുന്നു. അവൻ്റെ പേരായിരുന്നു യഹൂദനായ സിയോൺ സംഘത്തിൻ്റെ പ്രസിഡന്റ് ചിയാം വൈസ്മാൻ. അവൻ ആദ്യം ഉണ്ടാക്കിയത് ഗ്രനേഡ. സെക്രട്ടേറിയറ്റിനകത്ത് പുകബോംബ് എറിയുന്നത് പോലെ ഗ്രനേഡ് ഉണ്ടാക്കിയത്. പക്ഷേ അന്നൊരു സംഭവം നടന്നത് എല്ലാവരും കേൾക്കണം. ജർമ്മനിയുടെ കപ്പൽപ്പട നങ്കൂരമടിച്ച് കിടക്കുക, രാമേശ്വരത്ത് കിടക്കുന്ന പോലെ. ബ്രിട്ടനോട് പറഞ്ഞ് 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ സമയം കൊടിവെച്ച് നിങ്ങൾ താക്കുമെങ്കിൽ ഞങ്ങൾ യുദ്ധം ജയിച്ചതായി പ്രഖ്യാപിക്കും, നിങ്ങളെ ആരെയും കൊല്ലത്തില്ല. ഉടനെ ഡേവിഡ് ലോൻ ജോർജും അലൻബി എല്ലാം ഈ ചിയാം വൈസ്മാനെ വിളിച്ചു. കൊട്ടാരത്തിൽ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദര യഹൂദ, രക്ഷിക്കാൻ ഒരു മാർഗ്ഗമില്ല, നീ വിചാരിച്ചാൽ വല്ലതും നടക്കുമെന്ന് പറഞ്ഞു. സ്വത്രം അവൻ എന്ത് ചെയ്തു? ഗ്രനേഡ് പരീക്ഷണശാലയിൽ ഇരിപ്പുണ്ട്. അന്ന് രാത്രി മടങ്ങി വന്ന് ഒരു ഭാഗം വായിച്ചു. നമ്മുടെ കരങ്ങളിലിരിക്കുന്ന ബൈബിൾ. അതിനകത്ത് ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു, ഇയ്യോബ്. ഇയ്യോബിനോട് സ്വർഗം കണ്ടുപിടുത്തങ്ങളിൽ ഒരു നിര കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഒരു കാര്യം ഞാൻ എഴുതി, നീ ഹിമത്തിൻ്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? വായിക്കുന്നില്ല. ഇയ്യോബ് 38, 22, 23. നീ ഹിമത്തിൻ്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? പോരും പടയുന്നുള്ള നാളിലേക്ക് ഞാൻ അതുവരെ വെച്ചിട്ടുണ്ട്. കൽമഴയുടെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? യഹൂദ ശാസ്ത്രജ്ഞനായ ചിയാം വൈസ്മാൻ ഐസ് ക്യൂബിനകത്ത് എന്താ ചെയ്തതെന്നറിയാമോ? ഗ്രനേഡുകളെ വെള്ളത്തിൽ കൂടെ ഒഴുക്കി വിട്ടു. കുഞ്ഞുങ്ങൾ റിമോട്ട് വെച്ച് ചാനൽ മാറ്റുന്നത് പോലെ പരീക്ഷണശാലയിൽ നിന്ന് റിമോട്ടിനകത്ത് നിന്ന് ഗ്രനേഡ് പൊട്ടിക്കാൻ തുടങ്ങി. എന്താ സംഭവിച്ചതെന്നറിയാമോ? ജർമ്മനിയുടെ കപ്പൽപ്പട മുഴുവനായി കടലിൽ തകർന്നു. ആദ്യം
ജർമ്മനി കൊടി താഴ്ത്തി, ബ്രിട്ടൻ ജയിച്ചു. ബ്രിട്ടൻ്റെ ഹല്ലേലൂയ ചക്രവർത്തിമാർ എവിടെ പോയി? ഡേവിഡ് ലോയൻ ജോർജ് എല്ലാം കൂടെ ആരെ വിളിച്ചു? ജിയാം വൈസ്മാനെ കൊട്ടാരത്തിൽ വിളിച്ചിട്ട്, സഹോദരൻ നീ ഒറ്റ ഒരുത്തനായി ഒന്നാം ലോകമഹായുദ്ധത്തിൽ ഞങ്ങളെ ജയിപ്പിച്ചത്, നിനക്കെന്തോ മറുപടി വേണം? ഞങ്ങളെപ്പോലുള്ള പാസ്റ്റർമാരെന്ന് പറഞ്ഞാൽ 40 സഭയും വേണം, ഇനോവയും വേണം, അമേരിക്ക വിസയും വേണം. അത് സ്വോത്രം. ജിയാം വൈസ്മാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സാറ് ലോകത്തിൻ്റെ 5 വൻകരകൾ കൊച്ചി മട്ടാഞ്ചേരി മുതൽ ഞങ്ങൾ കിടക്കുക, ഞങ്ങൾക്കിന്ന് കാല് ചവിട്ടാൻ ഒരു ദേശമില്ല. അങ്ങനെയാണ് ബ്രിട്ടൻ ഒരു കാര്യം പറഞ്ഞു, തരാം. അന്ന് തുർക്കിയുടെ അധീനതയിലുള്ള പലസ്തീൻ്റെ പ്രവിശ്യയിൽ ആദ്യമായിട്ട് കോളനി വാസം, നമ്മുടെ ലൈഫ് മിഷൻ വീടടിക്കുന്നത് പോലെ യഹൂദൻ ഒന്നാമത് മടങ്ങി വന്നു. പച്ച മലയാളം, അതിൻ്റെ പേര് ആർതർ ബാൽഫോർഡ് ഡിക്ലറേഷൻ. അത്തിച്ചടി കുഴിച്ചു വെച്ചു. വചനം മനസ്സിലാകുന്നവർക്ക് ഈ രാത്രി, ഗുരു അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവ്, ലോകത്തിൻ്റെ അവസാനം, അടയാളം എന്തെന്ന് പറഞ്ഞു തരണം. യേശു പറഞ്ഞു, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനലെടുത്തുവല്ലോ, അങ്ങനെയെങ്കിൽ ഈ അത്തി തളിർക്കും, കൊമ്പിളതാകും. രണ്ടാമതായി ലോകം 2 ചേരിയിലേക്ക്. വചനം കൃത്യമായി 1939 മുതൽ 45 വരെ 2ാം ലോകമഹായുദ്ധം. അന്ന് ബ്രിട്ടനൊക്കെ മാറി. ഇപ്പോൾ ആരാ ലോകത്തിലെ നേതാവ്? അമേരിക്ക. അതിൻ്റെ കൂടെ വേറൊന്നുണ്ട്, ജപ്പാനുണ്ട്. ജപ്പാൻ എങ്ങനെ തോൽപ്പിക്കാനൊന്നും കഴിയത്തില്ല. അന്ന് അമേരിക്കയിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട്. യൂണിവേഴ്സിറ്റിയുടെ പേര് ചിക്കാഗോ യൂണിവേഴ്സിറ്റി. അവിടെ ആറ്റത്തെ വിഭജിക്കുവാൻ ഒരു ശാസ്ത്രജ്ഞൻ പരീക്ഷ നടത്തുന്നത്. അവൻ്റെ പേര് ടിക്കോ ബർമി യഹൂദൻ. ഒരാറ്റത്തിൻ്റെ 3 ഘടകമുണ്ട്, 1 പ്രോട്ടോൺ, 2 ന്യൂട്രോൺ, 3 ഇലക്ട്രോൺ. നാളുകളായി ഇവൻ നോക്കിയിട്ട് പറ്റിയില്ല. അവസാനം ഹാരിയസ് ട്രൂമാൻ പറഞ്ഞു, ജപ്പാൻ മുന്നേറുക, നമ്മൾക്ക് എങ്ങനെയെങ്കിലും ആറ്റം ബോംബ് ഉണ്ടാക്കണം. അപ്പോൾ അവൻ്റെ ചിന്ത കത്തി. 1ാം ലോകമഹായുദ്ധത്തിൽ തൻ്റെ കൂട്ടത്തിൽ പിറന്ന ജിയാം വൈസ്മാൻ്റെ അകക്കണ്ണുകൾ തുറപ്പിച്ചത് ദൈവത്തിൻ്റെ വചനമെങ്കിൽ അവൻ നിരീശ്വരവാദിയായിരുന്നു. നിരീശ്വരവാദിയായി അവൻ വിചാരിച്ചു, നമുക്കിനി ബൈബിളിലേക്ക് പോകാം. അന്ന് രാത്രി വൈകിട്ട് അവൻ വായിക്കാൻ തുടങ്ങി ബൈബിൾ. സ്വർഗത്തിലെ ദൈവം അവൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിച്ചു. എവിടെ? 2 പത്രോസ് 3:10 എന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്രോസ് ലേഖ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 2 പത്രോസ് 3:10 കർത്താവിൻ്റെ ദിവസം കള്ളനെ പോലെ വരും, ആകാശം കൊടുമുഴക്കത്തോടെ പൊടിഞ്ഞു പോകും, മൂലപദാർത്ഥം കത്തും, ആറ്റം പൊട്ടും, ഭൂമിയും അതിലെ സകല പണികളും വെന്തുപോകും. ഇവൻ്റെ ഉള്ളിൽ കത്താൻ തുടങ്ങി. ആരാ പത്രോസ് ലേഖ? നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കണം. എന്താ പത്രോസ് ലേഖയുടെ പ്രത്യേകത? നിങ്ങൾക്കറിയാം, സുവിശേഷത്തിൽ മത്തായി, മർക്കോസ്, ലൂക്കോസിലൊക്കെ വരുമ്പോൾ ഗന്നസരേത്ത് തടാകം, അവിടെ യേശു ഒരു പരിശോധത്തിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. ആൾക്കാരെല്ലാം തിക്കി തിരക്കിക്കൊണ്ടിരുന്നു. സ്വോത്രം. നേരെ ശീമോൻ്റെ വലയാം. അപ്പം ഇങ്ങനെ കഴുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ സ്വർഗം ചോദിച്ചു, കുഞ്ഞ് അങ്ങോട്ട് കയറി ഒന്ന് പ്രസംഗിക്കാനോ എന്ന് അവസരം തരുമെന്ന്. ശീമോൻ പറഞ്ഞു, നാദാ വരാമെന്ന് പറഞ്ഞു. സ്വോത്രം. ഒരുപാട് വലയായിട്ട് അവിടെ ആൾക്കാരുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ആമാരുടെ വല കഴുകത്തുമില്ല. പാവപ്പെട്ട ശീമോനാന്ന് രാവും പകലും നോക്കിയിട്ടൊരു മീനിൻ്റെ ഒരു സാധാരണ ഒരു കുഞ്ഞ് നെത്തോലി പോലും അവൻ്റെ വലയിൽ കയറിയില്ല. പക്ഷെ അവനെ കഴുകിക്കൊണ്ടിരുന്നു. പിന്നെ അവൻ ആവേശം ഉണ്ടായിരുന്നു. കഴുകുന്നതിൻ്റെ അർത്ഥം ഇന്ന് കിട്ടിയില്ലേലും നാളെ കിട്ടുമെന്ന്. സ്വോത്രം. അല്ലാതെ നമ്മുടെ ഈ ശംഖുമുഖത്തൊക്കെ പോയാൽ കണ്ടില്ലേ, വലയം വിട്ടിട്ട് അവനെ കൊച്ചുപീടി അടിച്ച് കടലേ കുറിക്കുന്ന അവൻ്റെ പടകിലൊന്നും കർത്താവ് കയറത്തില്ല. സ്വോത്രം. കർത്താവിനറിയാം നാളെ പറ്റി താല്പര്യമുള്ളവൻ്റെ ഒരു പടക്. ശീമോൻ പടക് വിട്ടുകൊടുത്തു. കർത്താവ് പറഞ്ഞു, കുഞ്ഞ് ഇച്ചിരി ദൂരോട്ട് നീക്കാൻ പറഞ്ഞു. അവിടെ ഒരു പ്രസംഗം അങ്ങ് നടത്തി. ഇടിപെട്ട് പ്രസംഗമായിരുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ശീമോനോട് കർത്താവ് ചോദിച്ചു, കുഞ്ഞ് നിൻ്റെ പ്രശ്നം എന്തുവാ? അപ്പോൾ ശീമോൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നാദാ, കടലിൽ മുക്കുവക്കുടലിൽ ഞാൻ ജനിച്ചു വളർന്നതാണ്. കടലിൻ്റെ ശാസ്ത്രം അറിയാവുന്നവനാണ്. രാവും പകലും വല ഇറക്കിയിട്ട് എൻ്റെ പടകിനകത്ത് ഒരു മീൻ പോലും കിട്ടിയില്ല. അപ്പോൾ സർവശക്തനായ നാഥൻ പറഞ്ഞു, സാധാരണ റബ്ബി അല്ലെന്നവനെ പിടികിട്ടി. അവൻ പറഞ്ഞു, കുഞ്ഞ് ആഴത്തിലേക്ക് നിറക്കി നിൻ്റെ വലകളെ ഇറക്കാൻ പറഞ്ഞു. സ്വോത്രം. ഇന്ന് രാത്രി ആത്മാവിൽ ഒരു ദൂതേറ്റെടുക്കണം. ഒരുപക്ഷെ 1-ാം യാമവും 2-ാം യാമവും 3-ാം യാമവും നിൻ്റെ പടക് ഒഴിഞ്ഞതായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി നിൻ്റെ കുടുംബജീവിതമാകുന്ന പടക് കർത്താവിൻ്റെ കയ്യിൽ കരം കൊടുത്തുകൊണ്ട് അവൻ്റെ സന്ധിയിൽ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ആഴത്തിലേക്ക് വലയിറക്കുമെങ്കിൽ കഴിഞ്ഞ രാത്രി വരെ നിന്റെ പടക് ശൂന്യമായിരിക്കുമെന്നാൽ നാഥന്റെ വാക്ക് കേട്ട് വലയിറക്കിയവന്റെ പടകിനകത്ത് ഒരു പെരുത്തമീൻ കൂട്ട് ഇന്ന് രാത്രി പെട്ടെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി നിന്റെ പടകിനകത്ത് കാൽ ചവിട്ടിയത് സാധാരണ ദൈവമല്ല. കടലിനെയും സമുദ്രത്തെയും പക്ഷി മൃഗാദികളെ കടലിലെ മത്സ്യത്തേക്ക് ഉളവാക്കിയ സർവശക്തന്റെ പുത്രൻ കാൽ ചവിട്ടിയ പടക് അത് ഒഴിഞ്ഞ പടകല്ല. അവന്റെ വാക്കിന് മുൻപിൽ പെരുത്ത മീൻകൂട്ടത്തെ തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നു? 9 മാസം നിന്റെ മുൻപിൽ കഴിഞ്ഞു പോയി. ഇതുവരെ 9-ാം മാസം വരെ നിന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം നടന്നില്ലെങ്കിലും ഈ 12-ാം മാസം അവസാനിക്കുന്നതിന് മുമ്പ് 4-ാം യാമത്തിനകത്ത് പടകിനകത്ത് ഇറങ്ങി വന്ന് കാഴ്ചവട്ടെ. ഹല്ലേലൂയ. വചനത്തിന്റെ ധ്വനി കൊടുത്ത നാഥന്റെ വചനമേറ്റ് ആഴത്തിലേക്ക് വല എറിഞ്ഞവന്റെ ഹല്ലേലൂയ വലയ്ക്കകത്ത് ഒരു പെരുത്ത മീൻകൂട്ടം കയറിയതുപോലെ എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിനകത്ത് ഒരു മീൻകൂട്ടം
മാറ്റത്തെ എൻ്റെ കുടുംബത്തിനകത്ത് തരുക. ഇന്ന് രാത്രി ഞാൻ ആരാധിക്കുന്ന ദൈവത്തിന് കഴിയും. വചനം ഏറ്റെടുക്കുന്നവർക്ക് ഈ രാത്രി എൻ്റെ ദൈവം ആരുടെയും കടക്കാരനല്ല. സംതിങ് ഈസ് ഹാപ്പൻഡ് ഇൻ ദിസ് മോമെന്റ്. നാട്ടുകാർ പറയും നിന്റെ പടക് ശൂന്യമാ, വീട്ടുകാർ പറയും ഇതിനകത്ത് ഒന്നും കേട്ടത്തില്ല. ഒരുപക്ഷെ നീ പരിപാടി നിർത്തിപ്പോകാൻ നിന്റെ വേലക്കാർ പറയും. എന്നാൽ അതിൻ്റെ നടുവിലും കാത്തിരിക്കുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ നിന്റെ പടകിനകത്ത് ഒരുവൻ ഇറങ്ങി വരാൻ തയ്യാറാ. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ലോകം പറയും ഇമ്പോസിബിൾ ഇമ്പോസിബിൾ. എന്നാൽ ഇന്ന് രാത്രി സഹോദരി കരം ഉയർത്തി പറയണം എൻ്റെ ദൈവത്താൽ സകലതും സാധ്യ. ഇന്ന് രാത്രി കരം ഉയർത്തുന്ന ദൈവമക്കൾക്ക് ഈ രാത്രി കൺവെൻഷൻ കൂട്ടങ്ങളുടെ അവസാന രാത്രി ഞാൻ നിന്നെ സഹായിക്കും. കുന്നുവിളയിൽ ഇന്ന് രാത്രി ഭണ്ഡാരകോണത്ത് ഞാൻ നിന്നെ ശക്തീകരിക്കുക. എൻ്റെ നീതിയുടെ വലങ്കര നിനക്ക് വേണ്ടി വെളിപ്പെട്ട് ഇന്ന് രാത്രി ചേട്ടന്മാരും നാട്ടുകാരും വീട്ടുകാരും മാറും. എന്നാൽ മാറാത്ത ഒരുവന്റെ കര ഇന്ന് രാത്രി നിന്റെ പടകിനകത്തിറങ്ങിയ നിന്റെ ശൂന്യതകളെ മാറ്റി നിന്റെ സഹോദരങ്ങളുടെ മുൻപിൽ നിറയ്ക്കുന്ന കരുത്തുറ്റ കർത്താവിന്റെ കര ഈ ഞായറാഴ്ച രാത്രി ഇതിനകത്ത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. ഈ രാത്രി കരമുയർത്തുന്നവർക്കായി വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വചനം കേട്ട് ഈ രാത്രി നീ ഇറങ്ങി തിരിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പത്രോസിന്റെ പടകിനകത്ത് ഇറങ്ങിയ കരത്തിന്റെ വല്ലഭത്ത് എന്റെ കൺവെൻഷൻ കൂട്ടങ്ങളെ കടസി ഇതിനകത്ത് ഇന്ന് രാത്രി ചലിക്കുന്ന രാത്രിയോ വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി